മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് ഓണ പരീക്ഷയ്ക്ക് ഉറപ്പിച്ച് വരുന്ന ചോദ്യം നമുക്ക് നോക്കിയാലോ. പ്രോ കാരിയോട്ടും യു കാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം, ഇത് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. നിർബന്ധമായിട്ടും നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടതാണ്. പ്രോകാരിയോട്ടിക് സെല്ല്, യൂകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത എന്താ? അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്യൂ സെൽ ഓർഗനൽസ്, കുറച്ച് കോശാംഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിംഗ്. ഈ കോശാംഗങ്ങൾക്ക് ചുറ്റുമായിട്ട് ഒരു തരത്തിലുള്ള സ്തരാവരണവും നമുക്ക് കാണാൻ പറ്റത്തില്ല. മാത്രമല്ല, സ്തരാവരണമുള്ള മർമ്മം നമുക്ക് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയത്തില്ല. ജസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ, ജനിതക വസ്തു, ഒരു കവറിംഗ് ഇല്ലാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് നമ്മുടെ യൂകാരിയോട്ടിലേക്ക് വരുമ്പോഴോ, ഇവർക്ക് കൂടുതൽ കോശാംഗങ്ങളുണ്ട്, കുറേ സെൽ ഓർഗൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സ്തരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളാണ്. വിവിധ വ്യത്യസ്തമായൊരു മർമ്മവും നമുക്ക് കാണാം അല്ലെ. മെനി സെൽ ഓർഗനൽസ് ഉണ്ട്, അതുപോലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഒക്കെ യൂകാരിയോട്ടിക് സെല്ലിലുണ്ട്. മാത്രമല്ല, ഓർഗനൽ വിത്ത് മെംബ്രെയിനസ് കവറിംഗ്, ഓരോ ഓർഗനിലും ചുറ്റുമായിട്ട് മെംബ്രെയിൻ കവറിംഗും ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും നമുക്ക് യൂകാരിയോട്ടിൽ കാണാം. ഈ വ്യത്യാസം നിർബന്ധമായിട്ടും തന്നെ പഠിച്ചു വെക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം മറക്കണ്ട. കൂടുതൽ ചോദ്യമായിട്ട് വീണ്ടും വരാം. ബൈ.